ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സമാധാനത്തോടെയുള്ള ഒരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ. വേറെ ഒന്നല്ല, ഇസമോൾക്ക് ഇന്ന് കാറ്റീസം ഉണ്ടായിരുന്നില്ല. മഴയും കാറ്റും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് കാറ്റീസം ഒന്നും ഇല്ല. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കാറ്റീസം ഉണ്ടായിരുന്നെങ്കിൽ 8:15 പള്ളിയിലെത്തണമായിരുന്നേ. അതുകൊണ്ട് തന്നെ എണീക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം ചിക്കൻ കറി വെക്കാനായിട്ട് നോക്കി. അതിനിടയിൽ നതുട്ടൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്നെ സഹായിക്കാനായിട്ട് ഇളക്കി തരാമെന്ന് പറഞ്ഞ് കസാരയൊക്കെ ഇട്ട് കയറി നിന്ന് ഇളക്കി തരുന്നുണ്ട്. പിന്നെ കാറ്റീസം മാത്രമേ ഇല്ലാന്നുള്ളൂ. ഒരു 10 മണിക്ക് കുർബാനയുണ്ട്. കുർബാനയ്ക്ക് പോകണം. എങ്ങനെയൊക്കെ നോക്കിയാലും 10 മണിയുടെ കുർബാനയ്ക്ക് ആകപ്പാട് ഒരു ഓട്ടപ്പാച്ചിലാണ്. എന്നും അതെ, എല്ലാ ഞായറാഴ്ചയും മിക്കപ്പോഴും നേരം വൈകാറാണ് പതിവ്. ഇനിയിപ്പോൾ ഇസമോളെ എണീറ്റിട്ടില്ല, ഇഡൂസ് എണീറ്റിട്ടില്ല. അവരൊക്കെ എണീപ്പിക്കണം, അവർക്ക് ഫുഡ് കൊടുക്കണം, അവന് നദുട്ടന് ഫുഡ് കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഏകദേശം ഒരു സമയമാവും. അപ്പോൾ കറി ഞങ്ങൾ വേഗം അടുപ്പത്താക്കി വെച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഇന്ന് ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു. അപ്പോൾ ഞാനും നദുട്ടനും കൂടി കഴിക്കാനായിരുന്നു. അപ്പോഴേക്കും അമ്മയും മുത്തിമാമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഴിക്കുന്നതിനിടയിൽ ഇസമോളും ഏഡൂസും കൂടിയിട്ട് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എണീറ്റ് വന്നപാടെ നമ്മളിവിടെ പിള്ളേരെയൊക്കെ കുരിശ് വരപ്പിക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ചേച്ചി അനിയന് കുരിശൊക്കെ വരപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഏഡൂസ് ഈശോയ്ക്ക് സ്തുതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അമ്മാമ്മയ്ക്ക് വന്ന് സ്തുതി കൊടുക്കുന്നതാണ് കേട്ടത്. ഇപ്പോൾ ആൾ ഓരോന്ന് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഏഡൂസിന് വേഗം ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഇസമോളും കൂടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നദുട്ടനെയും ഏഡൂസിനെയും അമ്മയുടെ അടുത്താക്കിയിട്ടാണ് ഞങ്ങൾ പോണത്. എല്ലാവരും കൂടി പോവുകയാണെങ്കിൽ കൊണ്ടുപോകാറുണ്ട്. ഇതിപ്പോൾ അമ്മ വീട്ടിലുള്ള കാരണം കൊണ്ട് അമ്മയുടെ അടുത്താക്കിയിട്ട് പോകണതാട്ടോ. പിന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പുറത്തിരിക്കേണ്ടി വരും. അത് പിന്നെ അറിയാമല്ലോ, കുഞ്ഞുങ്ങളുള്ള എല്ലാ അമ്മമാർക്കും അറിയാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് നമ്മൾ പുറത്തിരിക്കണേന്നുള്ളത്. പിന്നെ ഞങ്ങൾ കുർബാന കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇസമോളുടെ മുടി വെട്ടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷോപ്പ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ വീട്ടിലോട്ട് തിരിച്ചു പോന്നു. വീട്ടിലെത്തിയപ്പോൾ ഏഡൂസ് ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓടി വന്നതേ വണ്ടിയുമൊക്കെ കയറി. അവൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആൾ പോണ സമയത്ത് കരഞ്ഞ് വാശി പിടിച്ചിരിക്കുകയായിരുന്നു കൂടെ വരാനായിട്ട്. ഇപ്പം ഞാൻ പുറത്തേക്ക് പോണ സമയത്ത് ഭയങ്കര കരച്ചിലാണ് കൂടെ വരാനായിട്ട്. അപ്പോൾ അതേ ഞാനൊന്ന് എടുത്ത് ഫോണിൽ ടാറ്റ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ടാറ്റയ്ക്ക് അതേ തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കേട്ടോ എൻ്റെ മമ്മിയുടെ ഒരു കോള് വന്നത്. ഞങ്ങൾ അമ്മാടത്തേക്ക് പോകേണ്ടത്, നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പിന്നെ ആദ്യം വിചാരിച്ചു പോകണ്ടാന്ന്, പിന്നെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓടിച്ചാടി പെടഞ്ഞ് വേഗം കാര്യങ്ങളൊക്കെ കഴിച്ച് അപ്പോഴേക്കും ഏഡൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണ നേരമായപ്പോഴേക്കും അവനെ എണീറ്റു. അപ്പോൾ അവന് ഫുഡ് കൊടുക്കാത്തത് കൊണ്ട് വണ്ടിയിലിരുന്നിട്ടാട്ടോ ഫുഡൊക്കെ അവന് കൊടുത്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാടത്ത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മിയുടെ വീട് അമ്മാടത്താണ്. ഇപ്പോൾ വീടൊന്നുമില്ല, ഇപ്പോൾ ആങ്ങളയുണ്ട്, ആങ്ങളയുടെ വീട് അവിടെ ഉണ്ട്. അങ്ങനെ മമ്മിയുടെ ആങ്ങളയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കൂടെ ഞങ്ങൾ മമ്മിയുടെ ചേച്ചിയും ഉണ്ട് കേട്ടോ. അതാണ് കാറിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ കണ്ടത്, മമ്മിയുടെ ചേച്ചിയാണ്. അപ്പോൾ വണ്ടിയിലിരിക്കുമ്പോൾ ഉള്ള കുറച്ച് സ്നേഹപ്രകടനങ്ങളാണ് കേട്ടോ. ഉമ്മ തരാൻ പറഞ്ഞപ്പോൾ കടിക്കുകയാണ് അവൻ ചെയ്യണത്. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി. അവരുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് 3 പൂച്ചകളുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേർക്കൊക്കെ ഈ പൂച്ചകളെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട്. അവർക്ക് നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ പൂച്ചയില്ല. പുറമെ പൂച്ചകളുണ്ടെങ്കിൽ നമ്മൾ അവരകത്ത് കയറ്റി അങ്ങനെ തൊട് പിടിക്കൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ അകത്ത് കിടന്ന് നടക്കണുണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഏഡൂസിനൊക്കെ ആണെങ്കിൽ അതിനെ പിടിക്കാനായിട്ട് ഭയങ്കര പക്ഷേ അവനെ കൊണ്ട് ഞങ്ങൾ തൊടിയിച്ചില്ല. കാരണം അവൻ കൈയൊക്കെ വായിലിടുന്നതായതുകൊണ്ട് അവനെ കൊണ്ട് ഞങ്ങൾ തൊടിയിച്ചിട്ടില്ല. ഞാനും ഈ പറഞ്ഞ പോലെ ഞാനെടുത്തു. ഞാനും ഒരു പൂച്ചപ്രേമിയാണ്. ഇപ്പോൾ അധികം അങ്ങനെ പൂച്ചകളെ അങ്ങനെ തൊടാറും പിടിക്കാറൊന്നുമില്ല. പിന്നെ സ്നാക്സ് കൊണ്ടുവച്ചപ്പോഴേക്കും ഏഡൂസിൻ്റെ ശ്രദ്ധ മുഴുവൻ അതിലായിരുന്നു കേട്ടോ. അതിങ്ങനെ പെറുക്കി തിന്നെ കുറേ അവിടെ കളയാം. അപ്പോൾ അവിടെ ആകെ വൃത്തികേടാക്കി അവിടെ ആകെ മുഴുവൻ അവൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ടാട്ടോ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ ഞങ്ങൾ മമ്മിയുടെ വേറൊരു ആങ്ങളയുടെ വീട്ടിലേക്കും കൂടിയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയപ്പോൾ അതേ ഒരു ഊഞ്ഞാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കിടന്ന് നദൂട്ടനൊക്കെ കിടന്ന് ആടാണ്. അപ്പോൾ ഇസമോളും നദൂട്ടനും കൂടി അവിടെ കുറച്ച് നേരം കിടന്ന് ആടി. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്നും പോന്നു. പിന്നെ ഞങ്ങൾ പുള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുല്ല് പാടാണ് കേട്ടോ ഈ കാണുന്നത്. പുല്ല് പാടത്ത് മുഴുവൻ വെള്ളം അങ്ങനെ നിറഞ്ഞിങ്ങനെ കിടക്കുന്നത് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു അവിടെ നിന്ന് കാണാനായിട്ട്. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെയും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനും കാണാനും വെള്ളമൊക്കെ നിറഞ്ഞ് കിടക്കുന്നതൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഫുള്ള് ഇത് താമരക്കുളമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നിറച്ച്. അപ്പോൾ ആളുകളുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം. പുള്ളിയിൽ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മിയുടെ അമ്മയുടെ ആങ്ങളയുടെ വീടാണ് കേട്ടോ. അതായത് മമ്മിയുടെ അമ്മ വീടാണ് കേട്ടോ. അവിടെ അത് അമ്മാമ്മയുടെ ആങ്ങളയാണ്, ആങ്ങളയുടെ ഭാര്യയും. അപ്പോൾ അവരുടെ വീടാണ്. അപ്പോൾ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലും ആയിട്ട് പാടം ഒക്കെയാണ്. അവിടെയൊക്കെ വെള്ളം നിറഞ്ഞിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ വഴിയുടെ അവിടെയൊക്കെ ഫുള്ള് വഴിയിലേക്കൊക്കെ വെള്ളമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ.
പണ്ട് മാമ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഞങ്ങളെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഈ വെള്ളമൊക്കെ നിറഞ്ഞു കിടക്കുന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾ വന്നിട്ടുള്ള ഓർമ്മകളൊക്കെ അതായി ഇപ്പോൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആവാറായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോഴേക്കും ഏഡൂസൊക്കെ ഉറങ്ങി, നദുട്ടൻ ഉറങ്ങി. അപ്പോൾ എല്ലാവരും ഒരുവിധം സൈഡായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.